പിന്നെ മറ്റുള്ളവർ ഏത് സൺസ്ക്രീമാണ് ഏത് മോയ്സ്ചറൈസിങ് ക്രീമാണ് യൂസ് ചെയ്യുന്നത് നോക്കിയിട്ട് നിങ്ങൾ ഇത് യൂസ് ചെയ്യാൻ പോകരുത്. നിങ്ങൾ എപ്പോഴും എനിക്ക് പറയാനുള്ളത് നല്ലൊരു ഡെർമറ്റോളജിസ്റ്റിനെ കാണുക. പ്രൈവറ്റ് ഹോസ്പിറ്റലൊന്നും പോകണമെന്നില്ല, നിങ്ങൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയാലും മതി. അവിടെ നിങ്ങൾക്ക് അവർ നല്ലൊരു സജഷൻ പറഞ്ഞു തരും. പിന്നെ എൻ്റെ സ്കിന്നിന് ചേർന്ന ഒരു സൺസ്ക്രീൻ പറഞ്ഞു തരും. എല്ലാവരും സൺസ്ക്രീൻ യൂസ് ചെയ്യണം. എന്നാൽ നമുക്ക് പഠിക്കുമ്പോൾ ഒക്കെ നമ്മൾ അറിയില്ലേ, നമുക്ക് ഫുള്ള് ഡാമേജ് ആയിക്കൊണ്ടിരിക്കുകയാണ്, നല്ല ചൂടാണ്, നമ്മൾ തന്നെ നശിപ്പിച്ചതാണ് മൊത്തം, പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ആ ചൂടായിട്ട് നമ്മുടെ ഇവിടെയൊക്കെ സൺബേൺ വരും. സൺബേൺ എന്ന് പറയുമ്പോൾ ആൾക്കാരുടെ ചിരിയായിരിക്കും. ഈ വയസ്സായവരെ കണ്ടിട്ടില്ലേ, ഇവിടെ മൊത്തവും ഇങ്ങനെ കറുത്ത പാടുകൾ, മുഖം നിറച്ച് കറുത്ത കുത്ത് പാടും. എനിക്ക് ഇവിടെ ഒരു ഡോട്ട് അറിയാത്ത സമയത്ത് വന്നതാണ്. അതിന് ഞാൻ കണ്ട് ചെറിയൊരു ഡോട്ട്, മൈന്യൂട്ടായിട്ടൊരു ഡോട്ട്, ഒരു കുത്തില്ല, ആ വന്നതാണ് ഇങ്ങനെയായത്. ഇതിപ്പം ഞാൻ കുറേ കാലമായിട്ട് ഞാൻ പിന്നെ സൺസ്ക്രീൻ യൂസ് ചെയ്ത് അത് ഓക്കെ ആയിരിക്കുകയാണ്. അതിനെ വളർത്താണ്ട് ഞാൻ വെച്ചേക്കാണ്. ഞാൻ അതിൻ്റെ സർജറിക്കൊക്കെ പോയി, അത് പറഞ്ഞോന്നറിയില്ല വീഡിയോയിൽ. അപ്പോൾ എന്നോട് പറഞ്ഞു സർജറി ചെയ്താൽ ഇവിടെ ഒരു വെട്ടിൻ്റെ പാട് വീഴും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പിന്നെ ചെയ്തില്ല. അപ്പോൾ ഞാൻ ഈ പറഞ്ഞത് മറ്റുള്ളവർ യൂസ് ചെയ്യുന്ന കണ്ടിട്ട് നിങ്ങളത് യൂസ് ചെയ്യാൻ നിൽക്കരുത്. നല്ലൊരു ഡെർമറ്റോളജിസ്റ്റിനെ കണ്ടിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളത് വാങ്ങുക, യൂസ് ചെയ്യാം. പിന്നെ അതുപോലെ ഇത് മസ്റ്റാണ് കേട്ടോ, അത് ആരും പറയുന്ന കേൾക്കണ്ട. പിന്നെ നിറം നിങ്ങൾക്ക് അതൊരു ഇതാണെങ്കിൽ ആവശ്യത്തിനുള്ള നിറം മതി. നിങ്ങൾ അയ്യോ ഇതിലും കൂടുതൽ, എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവളാണെങ്കിൽ വെളുത്ത് മറ്റേ ഇനി വെളുക്കാനില്ല അതുപോലെ ഇരിക്കുന്നവളോട് എന്നോട് പറയണേ എനിക്കിതിലും വെളുക്കണമെന്ന്. മനസ്സിലായ ആരാന്ന് ഇപ്പം കേട്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവുക. അവൾ എന്നോട് പറയുന്നത്, ഞാൻ പറയും ഇതിനപ്പുറത്തേക്ക് ഇവിടെ വെളുക്കാനായിട്ട്. അവൾ സ്കിന്ന് ഡാമേജ് ആക്കി വെച്ചിരിക്കുകയായിരുന്നു. ഞാൻ പോയിട്ട് കെയർ ചെയ്ത് നല്ല സ്കിന്നാക്കി കൊടുത്തു. ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള സ്കിന്നായിരുന്നു. പിന്നെ ഉള്ള ബ്ലീച്ചൊക്കെ ചെയ്തിട്ട്, കാരണം എത്ര ടൈം വെക്കണമെന്ന് ആർക്കും അറിയില്ല, നമ്മൾ പഠിച്ചവർക്കേ അറിയുള്ളൂ എത്ര ടൈം വെക്കണം ബ്ലീച്ച് എന്നൊക്കെ. വെറുതെ ബ്ലീച്ചൊക്കെ വാരി തേച്ചിട്ടുണ്ടല്ലോ, ചുമ്മാ ഫുള്ള് നാശമാക്കി വെച്ചിരിക്കുകയായിരുന്നു. ഞാൻ കെയർ ചെയ്ത് ഓക്കെ ആക്കി കൊണ്ടുവന്നു. ഇപ്പം സ്കിൻ ഓക്കെയാണ് ആൾക്ക്, കുഴപ്പമില്ല. നല്ല ഭയങ്കരമായിട്ട് ഫെയറാണ്, അങ്ങനെയല്ല ഭയങ്കര ഫെയറാണ്. അപ്പോൾ അതിലും ഫെയറാക്കാനൊന്നും പറ്റില്ല. പൊട്ടത്തി കേട്ടല്ല, ഇതിൻ്റെ കൂടെ കേക്ക് ആവശ്യത്തിനുള്ള നിറമൊക്കെ മതി. അതൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നവർ ഇഷ്ടപ്പെട്ടാൽ മതി. നിറത്തെക്കുറിച്ച് കളിയാക്കുന്നവർ ആരായാലും ശരി, അപ്പനായാലും അമ്മയായാലും ബന്ധുക്കളായാലും ശരി, തിരിഞ്ഞ് എന്ന് പറയുക. പറ്റുമെങ്കിൽ കുറച്ച് നിറം വാങ്ങിത്തരാൻ പറ്റുമെങ്കിൽ താ എന്ന് പറയുന്നത്. ഇനി തടിയെ പറയുകയാണെങ്കിൽ പറയുക, തടി എന്നാൽ പിന്നെ കുറച്ചെടുക്കാൻ പറ്റും, ഇതിൽ നിന്ന് കുറച്ച് കൊണ്ടുപോകാൻ പറ്റും, കൊണ്ടുവയ്ക്കുമെന്ന് പറയണം. അപ്പോൾ പറയുന്ന കാര്യമായിരിക്കും ഫുഡ് കഴിക്കുന്നുണ്ടെന്ന് അറിയായിരിക്കും. എന്നാൽ പിന്നെ നിങ്ങൾ വീട്ടിൽ ഒരു മാസം വന്ന് നിൽക്കാം, നിങ്ങൾ എന്നാന്ന് കുറച്ച് കാണിക്കുമെന്ന് പറഞ്ഞാൽ ഇത്രയും ബുദ്ധിമുട്ടുള്ളവർ. നമ്മൾ കഴിക്കുന്നത് എന്താണെന്ന് നമുക്കേ അറിയുള്ളൂ, എത്ര റിസ്ക് എടുത്താൽ കുറയ്ക്കാൻ നിൽക്കുന്നത്. അപ്പം നമ്മൾ അഹങ്കാരിയായി തീരും അവരുടെ മുന്നിൽ. ആയിക്കോട്ടെ, ഒരു തവണ തിരിച്ചു പറഞ്ഞാൽ പിന്നെ അവർ പറയാൻ നിൽക്കില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. പറയില്ല, അഹങ്കാരി ഇട്ടിരുന്നോട്ടെ. ഈ കുത്തുവാക്ക് പലതവണ കേട്ട് മാനസികമായിട്ട് ടോർച്ചർ ചെയ്യുന്നതിനേക്കാളും നമ്മൾ വിഷമിക്കുന്നതിനേക്കാളും ഒരു തവണ തിരിച്ചു പറഞ്ഞാൽ അതും കൊണ്ട് അങ്ങ് പോവും. കിട്ടുന്ന ഡോസും കൊണ്ട് അങ്ങ് പോവും. പിന്നെ അപ്പം ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നല്ലൊരു ഡെർമറ്റോളജിസ്റ്റിനെ കണ്ട് സൺസ്ക്രീമും മോയ്സ്ചറൈസിങ് ക്രീമും വാങ്ങിക്കൊണ്ടുവരിക, നിങ്ങൾ യൂസ് ചെയ്യുക. പിന്നെ പാർലറിലൊക്കെ പോകാൻ ചിലർക്ക് ശരിയാ പാട് പൈസ വാങ്ങും, എനിക്കറിയാം. പിന്നെ എൻ്റെ അടുത്ത് നിന്ന് ഞാൻ കുറച്ച് വാങ്ങുള്ളൂ കേട്ടോ. എന്നെ കോണ്ടാക്ട് ചെയ്തതിൽ, ഞാൻ കണ്ണൂരാണ്, എന്നെ കോണ്ടാക്ട് ചെയ്യാനായിട്ട് ഞാനിതിൽ ഇടാം. ഒന്ന് ഫേമസ് ആയിക്കോട്ടെ. ഞാൻ ഒന്ന് സ്റ്റാർട്ടപ്പ് ചെയ്യുന്നുണ്ട്, പറയാം. സ്റ്റാർട്ടപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടേ പറയുള്ളൂ, സ്റ്റാർട്ടപ്പ് ചെയ്യുന്ന ദിവസം പറയില്ല. ഒന്ന് ക്ലച്ചായി തുടങ്ങുമ്പോൾ ഞാൻ നിങ്ങൾക്കിതിൽ എല്ലാ ഡീറ്റെയിലും ഇടാം. അപ്പോൾ എൻ്റെ അടുത്തേക്ക് വന്നാൽ മതി. നിങ്ങൾ വിചാരിക്കുന്ന മാതിരി കഴുത്തറപ്പൊന്നും ഞാൻ ചെയ്യില്ല, കഴുത്തറക്കില്ല. എനിക്കതുകൊണ്ടൊന്നും ഉണ്ടാക്കാനും പിടിക്കാനൊന്നുമില്ല. ദൈവം സഹായിച്ച് എൻ്റെ വീട്ടുകാർ എനിക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ട്. എനിക്കൊന്ന് ഫെയിം ആവണം, അതിന് ഞാനിത് പറയുന്നില്ല കേട്ടോ. അവൾ ചാട പറയുന്നൊന്നുമല്ല. എനിക്കിനി ഒന്നും ഉണ്ടാക്കി അങ്ങ് ഭയങ്കര കോടീശ്വരി ആവണമെന്നൊന്നുമില്ല. ഞാൻ ഇനി ഉണ്ടാക്കുന്നത് എനിക്കൊന്ന് എൻജോയ് ചെയ്യാനായിട്ട്. എൻജോയ് ചെയ്യാന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ അടിച്ച് പൊളിച്ച് അർക്കീസം ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നാലും ശരി, ഞാൻ ചെറിയ ഹോട്ടലിലൊക്കെ പോയി ഭക്ഷണം കഴിക്കുള്ളൂ.
ചെറിയ ഇവിടെ ഇവിടെ വില കുറഞ്ഞ ഫുഡ് കിട്ടും, അവിടെ കയറി കഴിക്കും. അങ്ങനത്തെ ടൈപ്പാണ്. അതിൽ വലിയ ഒരു ബിരിയാണി 500 രൂപ കൊടുത്ത് വാങ്ങി കഴിക്കുന്ന കൂട്ടത്തിലൊന്നുമല്ല ഞാൻ. അത് ഇനി അങ്ങോട്ടും ഞാൻ അങ്ങനെ തന്നെയായിരിക്കും. അപ്പോൾ എനിക്ക് ഒന്ന് എൻ്റെ ഒരു സ്ഥാപനം ഒന്ന് ഫെയിമായി എനിക്ക് കൊണ്ടുപോകണം, ഈ ഒരു ഇതേ ഉദ്ദേശിക്കുന്നുള്ളൂ. പിന്നെ അവിടുത്തെ ഒരു സ്റ്റാഫിനെ എങ്ങനെ നിർത്തും, അത് കൂടുന്നതിനനുസരിച്ച് അതിൽ നിന്ന് കിട്ടുന്ന ലാഭം അങ്ങനെയൊക്കെ മതി. അല്ലാണ്ട് എനിക്കതിൽ നിന്ന് ഇങ്ങനെ ഭയങ്കര ബംഗ്ലാവ് വെച്ച് കിട്ടണമെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ സാധാരണക്കാർക്കും വരാൻ പറ്റുന്ന രീതിയിലായിരിക്കണം ഞാൻ എന്തെങ്കിലും തുടങ്ങുക. അതുപോലെ തന്നെ ഫാഷൻ ഡിസൈനിങ്, അത് ചിലപ്പോൾ നോക്കാം. സാധാരണക്കാർക്കും ഡിസൈൻ ചെയ്ത് ഇറക്കുന്ന ഡ്രസ്സ് സാധാരണക്കാർക്ക് ഇടാൻ കണക്കാക്കി നോക്കാം. പക്ഷേങ്കിൽ അത് സക്സസ് ആവല് കാരണം തുണിക്കൊക്കെ നല്ലൊരു മെറ്റീരിയൽ എടുക്കുമ്പോൾ അതിനനുസരിച്ച് വിലയുണ്ട്. അപ്പം നമ്മൾ റേറ്റ് സ്റ്റിച്ച് ചെയ്യുന്ന ആൾക്കാർ കൊടുക്കണ്ടേ. വില കുറഞ്ഞ ഡ്രസ്സ് നിങ്ങൾ ഇട്ട് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് ഡാമേജ് ആയിപ്പോവും. നമ്മൾ തരുമ്പോൾ എപ്പോഴും നല്ലതായിരിക്കില്ല തരേണ്ടത്. അപ്പോൾ ഡ്രസ്സിൻ്റെ കാര്യത്തിൽ ഞാൻ പറയില്ല. അത് ചിലപ്പോൾ നമ്മളെ കയ്യിൽ കൂടുന്ന കൂട്ടത്തിലല്ല, ചിലപ്പോൾ അത് ചിലപ്പോൾ റേറ്റ് കൂടിയെന്നിരിക്കും. കാരണം മെറ്റീരിയലൊക്കെ എനിക്ക് അങ്ങനെ വലിയ ലാഭമൊന്നും ഞാൻ എടുക്കില്ല. അത് കണക്കാക്കിയിട്ട് ഞാൻ നോക്കാം. എന്തായാലും എനിക്കത് ഒരേ പ്ലാനുണ്ട്. എൻ്റെ ബ്രാൻഡിൽ കുറച്ച് ഡ്രസ്സൊക്കെ ഇറക്കണമെന്നുള്ളത്. അതും ഒരു 1 ഇയറിനുള്ളിൽ അതും സക്സസ് ആക്കും ഞാൻ. 1 ഇയർ 2 ഇയർ പോവില്ല, 1 ഇയറിനുള്ളിൽ തന്നെ എനിക്കിപ്പോൾ വേണമെങ്കിലും ഇറങ്ങാം. പിന്നെ കുറേ റെക്കോർഡ് സബ്മിഷനൊക്കെ ഉണ്ട്. പിന്നെ പലരും കളിയാക്കുന്നത് പോലെ ഇവളെന്താ കോസ്മെറ്റോളജീൻ്റെ എക്സാം എഴുതിയെടുക്കാത്തവളെയാണോ വർക്കുകളൊക്കെ ഏൽപ്പിക്കേണ്ടത് എന്നൊക്കെ ബാക്കിൽ നിന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. എക്സാം എഴുതുന്നതും എക്സാം എഴുതിയവർക്കേ എല്ലാം അറിയുള്ളൂ എന്ന് പറയുന്നതിന് അർത്ഥമില്ല. പിന്നെ പറഞ്ഞോട്ടെ, ഞാൻ മൈൻഡാക്കുന്നില്ല. എക്സാം എഴുതാത്തത് കാരണം ഇതും കൂടെ കഴിഞ്ഞോട്ടെ, ഇത് കഴിഞ്ഞിട്ട് എക്സാം എഴുതാന്നുള്ള ലെവലില്ല. അപ്പോഴേക്കും ഞാൻ കുറേ വർക്കുകൾ കമ്മിറ്റഡ് ആയിപ്പോയി. എനിക്ക് എന്തായാലും 2 മന്തിനുള്ളിൽ അതിൻ്റെ എക്സാം എഴുതും ഞാൻ. അപ്പോൾ പിന്നെ ആ കടമയും കഴിഞ്ഞല്ലോ. അപ്പം ഞാനിങ്ങനെ ഓരോ ഷോപ്പുകൾ നോക്കുന്നുണ്ട് എനിക്ക് തുടങ്ങാൻ വേണ്ടിയിട്ട്. അതിൻ്റെ കൂടെ തന്നെ കുറേ സംഭവങ്ങൾ എനിക്ക് അതിൻ്റെ കൂടെ സ്റ്റാർട്ടപ്പ് ചെയ്യണം. ഇതൊക്കെയാണ് എൻ്റെ കുറേ കാര്യങ്ങൾ നിങ്ങളെയൊക്കെ അറിയിക്കണം എന്ന് എനിക്ക് തോന്നി. വേറെ ആരും എനിക്ക് പറയാൻ പിടിക്കാനുണ്ട്. ഫ്രണ്ട്സൊക്കെ ഒരുപാടുണ്ട് കേട്ടോ, ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. ഇൻസ്റ്റയിൽ അടുത്ത വീഡിയോ പറയാം.